പുതുപ്പള്ളിയിൽ മത്സരിക്കണോ എന്നത് പാർട്ടി തീരുമാനിക്കുമെന്ന് ചാണ്ടി ഉമ്മൻ MLA 24-നോട് പറയാനുള്ളത് പാർട്ടിക്കുള്ളിൽ പറഞ്ഞിട്ടുണ്ടെന്നും ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു. എങ്ങനെയാണ് പുതുപ്പള്ളിയിൽ ഇത്തവണ വിജയിക്കുമോ UDF? അല്ല, UDF ജയിച്ചിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. എങ്ങനെയാണ് അപ്പോൾ മത്സരരംഗത്തുണ്ടാവുമോ? അതെല്ലാം പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഈ പുതുമുഖങ്ങൾക്ക് വേണ്ടി മാറിക്കൊടുക്കാൻ തയ്യാറാണെന്നൊരു നിലപാട് കണ്ടു. അതല്ല, ഞാൻ പാർട്ടിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പുറത്തു പറയണോ? ഞാൻ പാർട്ടിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. അത് ഞാൻ പാർട്ടി ലീഡർഷിപ്പിനെ അറിയിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു നിലപാട്, ആ നിലപാട് ഞാൻ പാർട്ടിക്ക് അറിയിച്ചിട്ടുണ്ട്. ഞാൻ പുതുമുഖങ്ങൾ വരേണ്ട ഒരു ആവശ്യം കൂടുതലൊന്നും ഞാൻ പറയാനില്ല. പാർട്ടിയോടുള്ള പാർട്ടിക്ക് അടുത്ത് ഞാൻ പറയാനുള്ളത്, ഞാൻ പാർട്ടിയുടെ ഒരു പ്രവർത്തകനാണ്. പാർട്ടിക്ക് ഏത് തീരുമാനം എടുക്കാം, ഞാൻ പാർട്ടിയോട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയാനില്ല. വിജയത്തിലേക്ക് വരുമ്പോൾ അല്ലല്ല, ഞാനത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ വീണ്ടും ആവർത്തിക്കുക, ഞാൻ എന്ത് പാർട്ടിയോട് പറയുന്നുള്ളൂ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഞാൻ പാർട്ടിയോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പാർട്ടിയിൽ തന്നെ പറയും, പുറത്ത് പറയേണ്ട കാര്യമില്ല. പുതുപ്പള്ളി UDF സ്ഥാനാർത്ഥി ജയിക്കും. ടോബി ജോൺസൺ വിവരമായി. ടോബി, ഈ നമ്മൾ മരത്തെ കാണുന്ന രാഷ്ട്രീയക്കാർ മാനത്ത് കാണും എന്ന് പറയാറുണ്ടല്ലോ. അപ്പം ഒന്നുമില്ലാതിരിക്കുന്ന ഒരു ചർച്ച അങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്ന് ചർച്ചയാക്കുന്നതിൽ ചാണ്ടിയുടെ താല്പര്യം എന്താണ്? പിടികിട്ടുന്നില്ല ടോബി. ഒറ്റനോട്ടത്തിൽ ആർക്കും അങ്ങനെ പിടികിട്ടത്തില്ല ഹാഷ്മി. എന്തായാലും അതിന് പിന്നിൽ പല ലക്ഷ്യങ്ങളുമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ചാണ്ടിക്ക് ഇത്തവണ പുതുപ്പള്ളിയിൽ തന്നെ ചാണ്ടി മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം കോട്ടയം ജില്ലയിൽ നിന്നും വിജയ സാധ്യതയുള്ള സീറ്റുകളുടെ എണ്ണം 5 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ 5-ൽ പെടുന്ന ഒരു മണ്ഡലമാണ് പുതുപ്പള്ളി. അതുകൊണ്ട് തന്നെ ചാണ്ടി ഉമ്മൻ അവിടെ മത്സരിച്ചാൽ 100% വിജയമുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. നിലവിൽ പക്ഷേ മറ്റൊരു കാര്യം പ്രധാന ചർച്ചയാവുന്നത് ഈ തലമുറ മാറ്റം എന്നുള്ളത് വലിയ ചർച്ചയായിട്ട് ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. മുതിർന്ന നേതാക്കൾ ആരൊക്കെ മാറിക്കൊടുക്കും എന്നതൊക്കെ വലിയ ചർച്ചയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ചാണ്ടി ഉമ്മൻ്റെ ഈ പ്രതികരണം വരുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇന്നലെയാണ് ദിവദാസ് മുൻഷിയോട് ഇക്കാര്യം നേരിട്ട് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇങ്ങനെ മാറി നിൽക്കാൻ, പുതുപ്പള്ളിയിൽ ഇത്തവണ മാറി നിൽക്കാൻ താൻ തയ്യാറാണ് എന്നൊരു കാര്യം അറിയിച്ചത്. അങ്ങനെ ചാണ്ടി ഉമ്മൻ തന്നെ പറയുമ്പോൾ മാറാതെ നിൽക്കുന്ന പല നേതാക്കൾക്കും ആ നിലപാട് സ്വീകരിക്കേണ്ടി വരില്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് തന്നെയാണോ ചാണ്ടി ഉമ്മൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്കിപ്പോൾ അറിയില്ല. എന്തായാലും അത് പരസ്യമായി പറയാൻ താൻ തയ്യാറല്ല. പറയാനുള്ളതെല്ലാം പാർട്ടിക്കുള്ളിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പുതുപ്പള്ളിയിൽ മത്സരിക്കുമോ എന്നുള്ള ചോദ്യത്തിനും അദ്ദേഹം പറഞ്ഞ മറുപടി അത് പാർട്ടി തീരുമാനിക്കട്ടെ, പാർട്ടി തീരുമാനിക്കുമ്പോൾ പറയാം. വിജയിക്കുമോ എന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞത് UDF. അല്ല ടോബി, അച്ചൂമ്മൻ മത്സരിക്കാനുള്ള സാധ്യത മാറ്റി ചേർത്ത് വായിക്കണോ അതിനെ? തീർച്ചയായിട്ടും ഹാഷ്മി, അങ്ങനെ ചില ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട്. അച്ചൂമ്മൻ മത്സരിക്കും എന്നുള്ള ഒരു ചർച്ചകൾ സജീവമായിട്ട് തന്നെ ഉണ്ട്. പക്ഷേ അത് പുതുപ്പള്ളിയിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. മറ്റ് പല മണ്ഡലങ്ങളിലും അച്ചുവിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. ആറന്മുള, തൃപ്പൂണിത്തറ പോലെയുള്ള, ചെങ്ങന്നൂർ പോലെയുള്ള പല സ്ഥലങ്ങളിലും അച്ചുവിൻ്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണോ ഇത് പറഞ്ഞത് എന്നുള്ള സംശയവും നമുക്കുണ്ട്. എന്തായാലും എന്താണ് ചാണ്ടിയുടെ മനസ്സിൽ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അത് പാർട്ടിക്കുള്ളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 2 മാനങ്ങൾ ഇതിനുണ്ട് എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അതിൽ വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ വ്യക്തത വന്നേക്കും. നമുക്ക് പിടികിട്ടുന്നില്ല എന്നുള്ളേ ഉള്ളൂ. ചെസ്സുകളി പോലെ ഒരു കുറേ നീക്കങ്ങൾക്ക് മുന്നിൽ കണ്ടൊരു നീക്കമാണോ എന്ന് സംശയിക്കുന്നവരുമുണ്ട്. അല്ലെങ്കിൽ പിന്നെ അവിടെ ചാണ്ടി മത്സരിക്കുന്ന ഏതാണ്ട് ഉറപ്പാണ്. അപ്പോൾ അവിടെ അങ്ങനെ ആ ഉറപ്പിൽ നിൽക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഞാൻ മാറിത്തരാം എന്നൊരു ഒരു MLA മറ്റേ യോഗത്തിൽ പറയുക, അത് ചർച്ചയാവുക എന്നൊക്കെ പറയുന്നത് എന്താണ് അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്ന് നമുക്ക് പിടികിട്ടുന്നില്ല. ഉറപ്പായും പിടികിട്ടും. ഒരു 1-1.5 ആഴ്ച കഴിയട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.